ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ. ഹൈസ. ഇടുക്കി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചതായി പരാതി. പായിപ്ര പഞ്ചായത്ത് 14-ാം വാർഡിലെ EB ജംഗ്ഷനിലും പരിസര പ്രദേശങ്ങളിലുമുള്ള 16ഓളം ഫ്ലെക്സ് ബോർഡുകളാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പറയുന്നത്. മൂവാറ്റുപുഴ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ബൂത്ത് ഭാരവാഹികൾ. ഇടുക്കി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ ഫ്ലെക്സുകളാണ് വ്യാപകമായി നശിപ്പിച്ചിരിക്കുന്നത്. പായിപ്ര പഞ്ചായത്തിലെ 14-ാം വാർഡിൽ ഉൾപ്പെടുന്ന 10-ാം ബൂത്ത് പ്രവർത്തകർ സ്ഥാപിച്ചിരുന്ന 15ഓളം ഫ്ലെക്സ് ബോർഡുകളാണ് നശിപ്പിച്ചിരിക്കുന്നത്. ഫ്ലെക്സ് ബോർഡിൽ നിന്നും ഡീൻ കുര്യാക്കോസിന്റെ തലയുള്ള ഭാഗം വെട്ടിമാറ്റിയും ഫ്ലെക്സ് ബോർഡുകൾ പൂർണ്ണമായും കീറിയുമാണ് നശിപ്പിച്ചിരിക്കുന്നത്. പായിപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട UDFിൽ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നതിനു വേണ്ടി എതിർഭാഗം പ്രവർത്തകരാണ് ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചതെന്നും ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ തലയിൽ കെട്ടിവയ്ക്കാനുമാണ് എതിർകക്ഷികൾ ശ്രമിക്കുന്നതെന്നും മുസ്ലിം ലീഗ് പ്രവർത്തകർ പറഞ്ഞു. പായിപ്ര പഞ്ചായത്ത് 10-ാം ബൂത്തിൽ നമ്മുടെ ഫ്ലെക്സുകൾ കംപ്ലീറ്റ് 15-16 ഫ്ലെക്സുകളും ഇലക്ഷൻ തുടങ്ങിയ അന്ന് നമ്മൾ UDFിൻ്റെ ഫ്ലെക്സ് മൊത്തം കീറിയായിരുന്നു. അത് നമ്മൾ പിള്ളേരാന്നുള്ളൊരു ഇതിൽ പരിഗണനയിൽ നമ്മൾ ഒഴിവാക്കി വിട്ടു. ഇപ്പോൾ ഞങ്ങൾ 16-ാം തീയതി കൺവെൻഷൻ കഴിഞ്ഞതിൻ്റെ അന്ന് രാത്രി ഒരു 15 ഫ്ലെക്സുകൾ കംപ്ലീറ്റ് തലയും ഇതും എല്ലാം വെട്ടി ക്ലിയർ ചെയ്ത് ഒരു ആസൂത്രിത ഒരു തീരുമാനം പോലെ, അതായത് ഇവിടെ കോൺഗ്രസും ലീഗും തമ്മിലുള്ള ഒരു രൂക്ഷ വിഷയം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പറ്റം ഒരു സാമൂഹ്യ വിരുദ്ധരുടെ പരിപാടിയാണിത്. അത് ഇവിടെ നടപ്പിലാവില്ല. ഇവിടെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് UDF സംവിധാനത്തിൽ ഇവിടെ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. അതിന് യാതൊരു മാറ്റവും ഇവിടെ ഉണ്ടാവില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള നിരവധി ഫ്ലെക്സ് നശിപ്പിക്കൽ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ സമയത്ത് പ്രവർത്തകർ യാതൊരു പരാതിയുമായി മുന്നോട്ട് വന്നിരുന്നില്ല. 16-ാം തീയതി കഴിഞ്ഞ കുടുംബസംഗമത്തിനു ശേഷമാണ് ഇത്തരത്തിൽ വ്യാപകമായി ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. മൂവാറ്റുപുഴ പോലീസിൽ ബൂത്ത് ഭാരവാഹികൾ പരാതി നൽകിയിട്ടുണ്ട്. മാത്യു കുൾനാടൻ MLA അടക്കമുള്ളവർ സ്ഥലത്തെത്തി സന്ദർശനം നടത്തി. പരാതിയുമായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് തീരുമാനമെന്നും UDFിന് വിജയം സുനിശ്ചിതമാണെന്ന അങ്കലാപ്പമാണ് എതിർ പാർട്ടിക്കാരെ അലട്ടുന്നതെന്നും അവരാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പുറകിലുള്ളതെന്നും UDF പ്രവർത്തകർ പറഞ്ഞു. നമ്മുടെ ഫ്ലെക്സുകൾ 15 ദിവസം മുമ്പ് വച്ച് അത് കീറിക്കളഞ്ഞു. അന്ന് ഞങ്ങൾ വിചാരിച്ചു ചെറിയ കുട്ടികളോ മറ്റോ ആയിരിക്കുമെന്ന് കരുതി. വീണ്ടും ഞങ്ങളുടെ 16-ാം തീയതി ഇവിടെ കൺവെൻഷൻ കഴിഞ്ഞ രാത്രിയിൽ ഈ ഒരു 15ഓളം ഫ്ലെക്സുകൾ കഴുത്തൊക്കെ വെട്ടി സ്ഥാനാർത്ഥിയുടെ എടുത്തമാതിരി എടുത്തിരിക്കുകയാണ്. അത് ഏതായാലും ചെറിയ കുട്ടികളല്ല, അത്യാവശ്യം മുതിർന്നവരാണ് ചെയ്തിരിക്കുന്നത്. അത് വളരെ നീചമായ പ്രവൃത്തിയാണ്. അത് ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനൊക്കെ പറ്റിയ പ്രവൃത്തിയല്ല. ഇതുകൊണ്ടൊന്നും ഇവിടെ ഒരു പരാജയം UDFിന് വരാനും പോകുന്നില്ല. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി MLA അടുത്ത് പറഞ്ഞിട്ടുണ്ട്. MLA സ്ഥലം സന്ദർശിച്ചു, പോലീസ് വന്നിരുന്നു, കേസ് കൊടുത്തിട്ടുണ്ട്. ബാക്കി നടപടികൾ നേതാക്കന്മാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. UGയിലും PGയിലായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ എവിടെ ഉണ്ട്? നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല. Nirmala College, Muvatupuzha, an inspiring journey into the future.